ഇലക്ഷൻ വരാണല്ലോ, തൃശ്ശൂർ എന്ത് സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? തൃശ്ശൂർ ഉറപ്പായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വീണ്ടും പാർലമെന്റിലേക്ക് എത്തിക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും സംഭവിക്കാനില്ല. കേരളത്തിൻ്റെ മണ്ണ് മതേതര മണ്ണാണ്. ഈ സെക്കുലർ സോയിൽ വർഗീയതയുടെ ഒരു താമരയും വിരിയില്ല. തൃശ്ശൂർ ഉണ്ടാകുന്ന ഒരു മാറ്റം, സുരേഷ് ഗോപിയിലൂടെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ ഒരു കോൺഫിഡൻസ് കുറവുമില്ല. തൃശ്ശൂരിൽ ഇതിനേക്കാൾ വലിയ പ്രചരണം അല്ലായിരുന്നു. ഇതിനേക്കാൾ ഫ്രഷ്നെസ്സോട് കൂടിയിട്ടല്ലേ കഴിഞ്ഞ തവണ BJP മത്സരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ വേണമെങ്കിൽ അതിനെ മറികടക്കാവുന്ന അതൊരു ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ. ഈ ശ്രീധരൻ വ്യക്തിപരമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നിത്യം ഉണ്ടല്ലോ. ഈ ശ്രീധരനെ പരാജയപ്പെടുത്തി ഒന്നാളുടെ പേര് ഷാഫി പറമ്പിലെന്ന്, ആ മണ്ഡലത്തിൻ്റെ പേര് പാലക്കാടെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സെക്കുലർ സോയിൽ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണലി പോളറൈസ്ഡ് ആണെങ്കിൽ ഷാഫി പറമ്പിലിന് ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട്?